ഹായ് ഓൾ വെൽക്കം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ബേസിക്കായിട്ട് നിങ്ങളൊരു ട്രേഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം, ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിലും എന്തിൻ്റെ ബേസിലായിരിക്കണം നിങ്ങളൊരു വ്യൂ പോയിൻ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടെ ഞാൻ ഇന്ന് ഈ രണ്ട് കാര്യം ഞാൻ ഈ ഒരു ചെറിയൊരു കൊച്ചു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണം. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റെല്ലാം ഓഫാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ക്രിപ്റ്റോ മാർക്കറ്റാണ് നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത്. ക്രിപ്റ്റോ 24 hours ഓപ്പണാണ്, നിങ്ങൾക്കറിയാലോ. സോ ഈ ഒരു സ്ട്രാറ്റജി, ഈ ഒരു ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു മാർക്കറ്റിലും ഇത് വർക്കിംഗ് ആയിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കി നോക്കാം. ഓക്കെ, അതായത് ഒന്നാമത്തെ കാര്യം, ആളുകൾ ഒരു നല്ലൊരു ക്യാപിറ്റൽ ഡിമാറ്റ് അക്കൗണ്ടിൽ വെച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ട് ഒരു സ്റ്റോക്കിലേക്ക് ഒരു സ്വിങ് ഹൈ സ്വിങ് ലോ ഒക്കെ നോക്കിയിട്ട് ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അവർ ആ ഒരു സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്യും. ആ ഒരു സ്വിങ് ഹൈ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക്, അല്ലെങ്കിൽ സ്വിങ് ലോ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ആ ഒരു മുകളിൽ എത്തുന്ന സമയത്ത് എക്സിറ്റ് ആവും. നോർമൽ കേസിൽ എല്ലാ ആളുകളും ചെയ്യുന്നൊരു മെത്തേഡാണത്. ഓക്കെ, പക്ഷേ ഇതിന്ന് ഉണ്ടാവുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റലിനനുസരിച്ചിട്ടുള്ള ഒരു ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. നിങ്ങൾ എത്ര വർഷം ട്രേഡ് ചെയ്താലും നിങ്ങൾ ആ ഒരു വർഷം ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന പ്രോഫിറ്റ് മാർജിൻ നിങ്ങൾക്ക് ഇത്തരം മെത്തേഡിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം എന്താണെന്നറിയോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സ്വിങ് ലോയിൽ നമ്മൾ ബൈ ചെയ്തിടുകയാണ്. ഓക്കെ, ബൈ ചെയ്തിട്ട് ഇൻ കേസ് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് ഒന്ന് താഴത്തേക്ക് ഇറങ്ങിയെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു ഇറങ്ങിയിട്ടുള്ള മാർക്കറ്റ് തിരിച്ച് അതുപോലെ നമ്മൾ വാങ്ങിയിട്ടുള്ള ആ ഒരു പൊസിഷനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ, ആ ഒരു പ്രൈസിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ആ ടൈമിൽ നമ്മൾ എന്ത് സംഭവിക്കും? നമ്മൾ ചിലപ്പോൾ പകുതിയിൽ വെച്ച് കുറച്ച് അധികം ടൈം എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും സമയം നഷ്ടമാണ്. മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ പകുതിയിൽ വെച്ചിട്ട് എക്സിറ്റ് ആവും, അല്ലേ, ഇനി വേറെ ഒന്ന് വാങ്ങിക്കാം, ഇനി കൂടുതൽ കുറയും എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ നേരെ മറിച്ച് നമുക്കത് അറിയാണ്, ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് താന്നു കഴിഞ്ഞാൽ, ആ ഒരു സ്വിങ് ലോ നിന്ന് ഒരു പെർട്ടിക്കുലർ പ്രൈസിൽ നിന്ന് താന്നു കഴിഞ്ഞാൽ ഇനി ഇത് ക്രാഷ് ആവത്തേ ഉള്ളൂ, കുറേ ടൈം അവിടെ വേസ്റ്റ് ആവും. ഒരു 6 മാസം, ഒരു 5 മാസം, 4 മാസമൊക്കെ നമ്മൾ ഇത് ഡെഡ് മണി ആയിട്ട് ആ ഒരു ക്യാപിറ്റൽ ഒന്നും ആവശ്യമില്ലാണ്ട് നമ്മളവിടെ കിടക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രോപ്പർ എക്സിറ്റ് പോയിന്റ് നമുക്ക് അറിയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സ്റ്റോപ്പ് ലോസ് അവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ട് എക്സിറ്റ് ആയി പോകാൻ പറ്റും. ഇതുകൊണ്ട് നഷ്ടമില്ല. ചിലപ്പോൾ നമുക്കൊരു 1%, 2% നഷ്ടപ്പെടും. പക്ഷേ നമ്മളത് എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ പ്രോപ്പറായിട്ട് ആ ഒരു കാര്യം ഉണ്ടല്ലോ, വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല സ്റ്റോക്കുകൾ, ഇപ്പോൾ 2% ഒരിക്കലും റിസ്ക് എടുക്കാൻ പാടില്ല. 0.5% അല്ലെങ്കിൽ 0.75% മാത്രമേ റിസ്ക് എടുക്കാൻ പാടുള്ളൂ. കുറച്ചും കൂടെ റിസ്ക് എടുക്കുന്ന ഒരാളാണെങ്കിൽ മാക്സിമം 1%, ക്യാപിറ്റലിൻ്റെ 1% മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റിസ്ക് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടൈം റിസ്ക് എടുക്കാൻ പാടില്ല. നമ്മൾ പണം മാത്രമേ നമ്മൾ റിസ്ക് എടുക്കാൻ പാടുള്ളൂ, ടൈം നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല. പറഞ്ഞാൽ മനസ്സിലായല്ലോ? അതായത് നമ്മളൊരു സാധനം മേടിച്ചിട്ടു ഇന്ന ടൈമിൻ്റെ ഉള്ളിൽ അത് കയറിയിട്ടില്ലെങ്കിൽ നമ്മൾ എക്സിറ്റ് ആവണം. അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സിറ്റ് ആവാൻ പറ്റണം. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ. ഇങ്ങനെ ആകുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലാഭമാവുന്നത് ടൈമാണ്. ആ ഒരു പൈസ കൊണ്ട്, ആ ഒരു ക്യാപിറ്റൽ കൊണ്ടിട്ട് വേറെ ഒരു 10 to 20% ഹൈക്ക് ആകാൻ പോകുന്ന ഒരു സ്റ്റോക്ക് നമുക്ക് മേടിക്കാൻ പറ്റും. അതായത് നമ്മൾ ഫസ്റ്റ് മേടിച്ചിട്ടുള്ള സ്റ്റോക്ക് താന്ന് പോയിട്ട് പിന്നെ തിരിച്ച് കയറി വരണമെങ്കിൽ ഒരു 3 മാസം പിടിക്കാതിരിക്കുക, അല്ലെങ്കിൽ 1 മാസം എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 1 മാസം നമ്മൾ കോസ്റ്റ് നമ്മൾ വാങ്ങിയിട്ടില്ല പ്രൈസിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ 1 മാസം ഉണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റ് നല്ല സ്റ്റോക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളൊരു 250 രൂപ ലോസ് വരുത്തി, അല്ലെങ്കിൽ ഒരു 1% നിങ്ങൾ ലോസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 10% കിട്ടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് അവിടെ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മളടുത്ത് ഇല്ല, അത് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല, ക്യാപിറ്റൽ ഉണ്ടാവില്ല. കാരണം എന്താണ്? നമ്മൾ ഓൾറെഡി അതൊരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസ് ആണ് ഒരു സ്വിംഗ് ട്രേഡറെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു മെത്തേഡ് ട്രേഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലം. അവരുടെ ക്യാപിറ്റലിനനുസരിച്ചിട്ട് നല്ലൊരു റിട്ടേൺ എടുക്കാൻ പറ്റുന്നില്ല. സോ അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒരു എൻട്രി എക്സിറ്റ് സ്റ്റോപ്പ് ലോസ് എവിടെ സെറ്റ് ചെയ്യണം, ഇതിൻ്റെ റേഷ്യോ എങ്ങനെയാണ്, പൊസിഷൻ സൈസിങ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഒരു നമ്മുടെ ഒരു സ്റ്റോക്ക് എപ്പോഴാണ് ഹൈ ആവാൻ പോകുന്നത്, ഏതാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞൊരു വലിയൊരു വിഭാഗക്കാരുണ്ട് ഈ മാർക്കറ്റിൻ്റെ ഡ്രിവൺ ചെയ്യുന്നത്. അവരാണ് ശരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഹോൾസെയിൽ പ്രൈസ് ഏതാണ്, റീറ്റെയിൽ പ്രൈസ് ഏതാണ്, അവർക്കൊരു ആവറേജ് റേറ്റ് ഉണ്ട്. അത് വന്നാൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, വാങ്ങിക്കോളൂ. അതേപോലെ തന്നെ
അവർക്ക് റീറ്റെയിൽ പ്രൈസ് ഉണ്ട്. ആ ഒരു പ്രൈസിലെത്തുന്ന സമയത്ത് അവർ വിൽക്കും, അവരൊരിക്കലും വാങ്ങിക്കുക റീറ്റെയിൽ പ്രൈസിൽ. അതായത് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത് നമ്മൾ ചിന്തിക്കേണ്ടത്, ട്രഡീഷണൽ മാർക്കറ്റിൽ നമ്മളൊരു സാധനം ഒരു പെർട്ടിക്കുലർ ഒരു ഹോൾസെയിലേഴ്സ് ഡീലേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒരു കുറേ സ്റ്റോക്ക് മേടിച്ചു, എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഈവൻ നമ്മളൊരു എന്തെങ്കിലും ഒരു ആക്സസറീസ് നമ്മൾ മേടിക്കുകയാണ്. ആ മേടിച്ചിട്ട് നമ്മൾ പെർ പീസിന് നമ്മൾ റീറ്റെയിലിൽ സെല്ല് ചെയ്യുമ്പോൾ പെർ പീസിന് ഇത്ര രൂപ കിട്ടുന്നു. അതേപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലും. നമ്മൾ ബൾക്കായിട്ട് ഒരു കമ്പനിയുടെ സ്റ്റോക്ക് മേടിച്ചു. ഈ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ വില നിശ്ചയിക്കുന്നത് നമ്മളല്ല എന്നുള്ളതാണ്. അതേസമയം നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹോൾസെയിൽ പ്രൈസിൽ പോയിട്ട് മേടിച്ച് നമുക്ക് വിൽക്കാം, ഒരു വില നിശ്ചയിച്ച് വിൽക്കാം അല്ലേ. ഒരു ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ അത് കൂട്ടി വിൽക്കുമ്പോൾ ആൾ വാങ്ങാനുണ്ടാവില്ല എന്ന് മാത്രം അല്ലേ. റിയലായിട്ട് മറ്റുള്ള ആളുകൾ സെല്ലിനൊക്കെ കൂടുതൽ ലാഭത്തിന് വിൽക്കുമ്പോൾ ആൾ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വില നിശ്ചയിക്കുന്നത് ഇതേ ആളുകൾ തന്നെയാണെങ്കിലും നമ്മളൊരു ഇൻഡിവിജ്വൽ വ്യക്തിയല്ല. അപ്പോൾ മാർക്കറ്റിനെ ഡ്രിവൺ ചെയ്യുന്ന വലിയൊരു ഫോഴ്സ് ഉണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, വലിയ കമ്പനികളും. കാരണം അവർക്ക് ഒരുപാട് ക്യാപിറ്റൽ ഉള്ളതുകൊണ്ട് തന്നെ ഒത്തിരി വലിയ ക്വാണ്ടിറ്റി സൈസിങ്ങിൽ എന്ത് ചെയ്യും, സ്റ്റോക്കുകൾ മേടിക്കും. മനസ്സിലായല്ലോ? സോ ഇത് ശ്രദ്ധിക്കുക. നമ്മൾ എവിടെ നിന്നാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെ നിന്നാണ് വാങ്ങിക്കേണ്ടത്, വിൽക്കുന്നത് എന്നൊക്കെ അറിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ആ ഒരു ക്യാപിറ്റൽ മാക്സിമം റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം. നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും ഒരു ജസ്റ്റ് ഒരു ഹൈ സ്വിങ് ലോ വെച്ചിട്ട് ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻ കേസ് ഏതെങ്കിലും ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഒരു തവണ ലോസ് വന്നാൽ മതി, പിന്നെ നിങ്ങളുടെ ക്യാപിറ്റൽ എന്ത് വന്നു, അവിടെ ബ്ലോക്കായി കിടക്കുക, ഡെഡായി മാറുകയാണ്. മീൻസ് ലോസ് വരിക മീൻസ് നിങ്ങൾ വാങ്ങിയ പ്രൈസിനെക്കാട്ടിലും താഴ്ന്ന വിലയിലേക്ക് ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് പോയി കഴിഞ്ഞാൽ ലോസാണ്. റിയാലിറ്റിയിൽ ലോസ് അല്ല. റിയാലിറ്റി ലോസ് വരണമെങ്കിൽ നമ്മളത് വിൽക്കണം. പക്ഷേ നമുക്ക് ഇൻവിസിബിളായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊരു ലോസാണ്. കാരണം അത്രയും ടൈമാണ് അവിടെ ലോസ് ആവണം. നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, ടൈം അവിടെ ലോസ് ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നോക്കിയിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഇത് പഠിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് നല്ലൊരു റിട്ടേൺ മന്ത്ലി എടുക്കാൻ പറ്റും. വിത്തൗട്ട് റിസ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ബിസിനസ്സാണ്, ഒരു ട്രേഡിങ് രീതിയാണ് സ്വിംഗ് ട്രേഡ്. അപ്പോൾ അതിൽ തന്നെ റിസ്ക് വരുന്നുണ്ട്. അതെങ്ങനെ മാനേജ് ചെയ്യണം, പൊസിഷൻ സൈസിങ് എങ്ങനെ ചെയ്യണം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതാണ് ഫെയർ പ്രൈസ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ പഠിക്കാൻ ഉള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 7994908454 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ 7994908454 എന്നുള്ള ഈ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. വളരെ അഡ്വാൻസ് ലെവലുള്ള കോഴ്സാണ്, ബേസിക്സ് ടു അഡ്വാൻസ് ലെവലുള്ള ക്ലാസ്സസാണ്, ലൈവ് ക്ലാസ്സസ്. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഈ പ്രൈസ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയാണ്ട് നമ്മൾ ഒരു കാരണവശാലും ട്രേഡ് ചെയ്യരുത്. ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ട്രേഡ് ചെയ്യരുത്. കാരണം എന്താണെന്നറിയാം, ഒരു ബയ്യർ ഒരു സാധനം വിൽക്കുന്ന സാധനം മാത്രമേ ഒരു സെല്ലർ വിൽക്കുന്ന സാധനം മാത്രമേ ഉള്ളൂ മറ്റൊരു ബയ്യർക്ക് അത് മേടിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ വിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാനൊരു സെൽ ഓർഡർ ഇടുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മറ്റൊരാൾക്ക് അത് ബൈ ചെയ്യാൻ പറ്റുക. അതേപോലെ തന്നെ വേറൊരാൾ ബൈ ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എൻ്റെ വിൽക്കാൻ വെക്കുന്ന ഈ ഓർഡർ എക്സിക്യൂട്ട് ആവുകയുള്ളൂ. അപ്പോൾ ഇതൊരു സെക്കൻഡറി മാർക്കറ്റിൽ നടക്കുന്ന സീറോ സം ഗെയിം എന്നാണ് പറയുക. ഇതൊരു സീറോ സം ഗെയിമാണ്. ഇവിടെ മാർക്കറ്റ് മൂവ് ആവണം എന്നുണ്ടെങ്കിൽ അവിടെ സീറോ ആവണം, അല്ലെങ്കിൽ അവിടെ ഒരു സീറോ സം ആവണം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ ഒരു പ്രൈസ്, പെർട്ടിക്കുലർ പ്രൈസ്, ഇത് BTC ആണ്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 97,780.1 നിന്ന് ഇത് നെക്സ്റ്റ് ഒരു മൂവ്മെൻറ്റ് സംഭവിക്കട്ടെ, അതോ സീറോ ആയി, ആ ഒറ്റ പോയിൻ്റ് കുറഞ്ഞു അല്ലേ, ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് പോയിൻ്റ് അവിടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നെക്സ്റ്റ് ഒരു വലിയൊരു മൂവ്മെൻറ്റ് അവിടെ സംഭവിക്കട്ടെ, നോക്കട്ടെ. അപ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നത്? അവിടെ തന്നെ നിൽക്കുകയാണ്. അവിടെ നിൽക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ആ ഒരു ഏരിയയിൽ ഇത്രയും ബൈയും സെല്ലും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? ആണോ? ഇപ്പോൾ അതിലേക്ക് പോയി ഒരു 0.1 കൂടി, 0.0 വീണ്ടും വന്നു, 0.1 വീണ്ടും കയറി. ഇവിടേക്ക് നോക്കേണ്ടതാ, ഇവിടേക്ക് നോക്കുക. ജസ്റ്റ് ഈ റേയിൽ ഇവിടെയാണ് പ്രൈസ് നിൽക്കണേ. 0.1 കൂടി 97,780 ആണോ, 0.0 അല്ല നിൽക്കുന്നത്. ടൈം അങ്ങനെ പോകുന്നുണ്ടോ? അപ്പോൾ ഇത് എപ്പോഴാണോ ആ ഒരു ഏരിയയിലുള്ള ബൈയും സെല്ലും സീറോ ആവുന്നത്, കംപ്ലീറ്റ്ലി സീറോ ആവുന്നത്, അന്നേരം ബയ്യേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസിന് താഴത്തേക്കും സെല്ലേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് മുകളിലേക്കും പോകേണ്ടി വരും. ഇതാണ് ബേസിക് ആയിട്ടുള്ള റൂള്. ഇനി ഇതെങ്ങനെയാണ്, എവിടേക്കാണ് പോകേണ്ടത്, എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത് പല ഈ ഒരു മാർക്കറ്റിൽ ഒരുപാട് ടൈം ഫ്രെയിമുകളിൽ. എന്താണ് ടൈം ഫ്രെയിം എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് എന്നൊക്കെ ചാർട്ടുകൾ അനലൈസ് ചെയ്യുന്ന
ടൈം ഫ്രെയിം, അതിനെ ടൈം ഫ്രെയിം എന്ന് പറയാം. അപ്പോൾ ഈ ടൈം ഫ്രെയിം ചേഞ്ച് ആക്കിയിട്ട് പല ആളുകളുണ്ടാവും. ചില ആളുകൾ ഹയർ ടൈം ഫ്രെയിമിൽ ചെയ്യുന്ന ആളുകളുണ്ടാവും, ചില ആളുകൾ ലോ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് ഇപ്പോൾ നമ്മളിട്ട് 5 മിനിറ്റ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഓരോ ടൈം ഫ്രെയിം ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ പ്രൈസിൻ്റെ രൂപത്തിൽ, അതായത് ഈ ഒരു ഇതിൻ്റെ ഒരു മൂമെൻറ്റിൽ ഡിഫറൻസ് വരും. ഇപ്പോൾ നമ്മൾ 5 മിനിറ്റിൽ വെക്കുന്ന സമയത്ത് പ്രൈസ് ഇങ്ങനെ അപ്പായിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്, ശരിയല്ലേ? ഇവിടെ ഉണ്ടോ, താഴത്തേക്ക് ഇങ്ങനെ കുത്തിനെ ഇറങ്ങിയിട്ടുള്ളൊരു മാർക്കറ്റായിരുന്നു, അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെന്നാണ് നമ്മൾ ഒരു 5 മിനിറ്റിലിടുമ്പോൾ തോന്നുന്നത്. അപ്പോൾ ഇതേ കാര്യത്തിന് ഞാനൊരു 15 മിനിറ്റിലേക്ക് ഇടുന്ന സമയത്ത് എന്താ തോന്നുക? ഓക്കെ, ഇത് താഴത്തേക്ക് ഇങ്ങനെ കുത്തനെ ഇറങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിനേക്കാട്ടിലും വലിയൊരു ടൈം ഫ്രെയിമിൽ ഇടുവാണെങ്കിൽ എന്താ തോന്നുന്നത്? നോക്കിയേ, ഈ മാർക്കറ്റ് കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുവരെ പോയ സാധനം തിരിച്ചിങ്ങനെ കുത്തനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടാവും, വേറൊരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേറൊരു വ്യൂ പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സീറോയിൽ നിൽക്കുന്ന ഈ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത് എവിടെയാണോ ഏറ്റവും കൂടുതൽ ബൈയും സെല്ലും ഓർഡറുകളായിട്ട് കിടക്കുന്നത്, ഓക്കെ, അതായത് മാച്ച് ആവാൻ കിടക്കുന്നത്, അവിടേക്കാണ് പ്രൈസ് ജമ്പ് ആവുന്നത്. മനസ്സിലായല്ലോ? അതായത് വൺസ് 0 ആയി കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ പ്രൈസ് മുകളിലോട്ട് പോകണോ അല്ലെങ്കിൽ താഴത്തോട്ട് പോകണം. അപ്പോൾ താഴത്തോട്ട് പോകണോ മുകളിലോട്ട് പോകണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് എവിടെയാണോ കൂടുതൽ പെൻഡിങ് ഓർഡർ ജസ്റ്റ് മാച്ചായിട്ട് ഓർഡർ മാച്ചായിട്ട് രണ്ടും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വിറ്റുകൊണ്ട് ഞാൻ വാങ്ങിക്കൊണ്ടെന്ന് പറഞ്ഞ് കിടക്കുന്നത്, അവിടേക്കാണ് പ്രൈസ് മൂവ് ആവുക. ഓക്കെ, സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു രാത്രി ഒരു ഗ്രൗണ്ടിലൂടെയോ അല്ലെങ്കിൽ ഒരു റോഡിലൂടെ പോവുകയാണെങ്കിൽ അവിടെ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് വീടിൻ്റെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ രാത്രിയാണ് സമയത്ത് നല്ലൊരു വെട്ടമുള്ള ടോർച്ച് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് പാറ്റകൾ ഇങ്ങനെ വരും അല്ലേ? ആ ടോർച്ചിൻ്റെ ആ ഒരു വെളിച്ചം പോകുന്ന സ്ഥലത്ത് കൂടെയൊക്കെ ഒരു പാറ്റ അതിനെ തേടി വരുമല്ലോ. അതുപോലെയാണ് സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസുകളിൽ ആളുകൾ വരുന്നത്. അതായത് ഇപ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇപ്പോൾ ഒരു 10 രൂപയിൽ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ 10.1 ആൾ വാങ്ങാനും വിൽക്കാനും ഉണ്ടാവും, 10.2 അതുപോലെ തന്നെ താഴത്ത് 9.9 9.8 ഇങ്ങനെ ഫ്രാക്ഷൻ ഓഫ് ഒരു പൈസയിൽ വരെ ആളുകൾ വാങ്ങാനും വിൽക്കാനും റെഡി ആവുമ്പോൾ അങ്ങനെയാണ് ആ പ്രൈസ് അങ്ങനെ പതുക്കെ മൂവ് ആവുന്നത്. അപ്പോൾ പെട്ടെന്ന് സഡൻ ആയിട്ടുള്ളൊരു ജമ്പ് ഉണ്ടാവും. അതായത് ഇവിടെയുള്ള ഏരിയകൾ മൊത്തം 0 ആയി കഴിയുമ്പോൾ പെട്ടെന്നൊരു മൂവ്മെൻറ്റ് വരും. അത്തരം മൂവ്മെൻറ്റിലാണ് ഇതുപോലെ വലിയ ക്യാൻഡിൽസ് ഉണ്ടാവുന്നത്. ചെറിയ മൂവ്മെൻറ്റ്സിൽ, അതായത് ഒരുപാട് ബൈയും സെല്ലേഴ്സും ഒരുമിച്ച് വരുന്ന സമയത്ത് ഇതുപോലെ ചെറിയ മൂവ്മെൻറ്റുകൾ ഉണ്ടാവും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കിയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് വലിയ ബൾക്കായിട്ടുള്ള ഓർഡറുകൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവുമല്ലോ, ഡ്രൈവ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെ ഓർഡറുകൾ മാച്ച് ആവുന്ന കിടക്കുന്ന ഓർഡറുകൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയ അത്തരം ഏരിയകൾ, അവരുടെ ബൈങ് ആൻഡ് സെല്ലിങ് ഏരിയകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കയ്യിലൊരു ചെറിയൊരു ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവരെവിടെ നിന്നാണോ ബൈ ഇടാൻ നിൽക്കുന്നത് അവിടെ നിന്ന് നമുക്കൊരു ബൈ ഇടാൻ പറ്റും. അങ്ങനെ ബൈ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ ഇട്ടിട്ടുള്ള സ്ഥലത്തേക്ക് പ്രൈസ് വന്നു കഴിഞ്ഞാൽ, സപ്പോസ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ നിന്ന് അവർക്ക് ബൈ ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവരൊരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അവരുടെ കയ്യിൽ അൺലിമിറ്റഡ് മണി ഉണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ ഉള്ള ഒരാളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട ഒരു പ്രൈസ്, ഒരു സാധനം മേടിക്കണം എന്ന് റിയലി അവർ വിചാരിച്ചു കഴിഞ്ഞാൽ അവരത് മേടിക്കും അല്ലേ? തീർച്ചയായിട്ടും മേടിക്കും. അങ്ങനെ വരുവാണെങ്കിൽ അവർക്ക് ഈ പ്രൈസ് റിയലി മേടിക്കണം, ഈ ഒരു സ്റ്റോക്ക് റിയലി ഇത്ര രൂപയിൽ മേടിക്കണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്തിട്ടാണെങ്കിലും അവർ മേടിക്കും അല്ലേ? അതിനവർ പല മാധ്യമങ്ങൾ ഉപയോഗിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഗനൈസേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ NPF, LIC, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, അത്തരം വലിയ കമ്പനികൾ, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, വലിയ ഫണ്ടുള്ള ആളുകൾ. ഓക്കെ, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൈസ് അവരുടെ കയ്യിലാണ്. ന്യൂസ് മാധ്യമങ്ങൾ, ഗവൺമെൻറ് വരെ പല ആളുകളുടെയും അണ്ടറിലാണുള്ളത്. അപ്പോൾ അവരൊക്കെ മാക്സിമം അത് യൂസ് ചെയ്തിട്ട് ഫേക്ക് ന്യൂസും നല്ല ന്യൂസും ഒക്കെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് തന്നെ അവർ ഈ പ്രൈസിനെ ഇവിടേക്ക് താഴത്തേക്ക് എത്തിക്കുകയും അവർക്ക് വേണ്ടതായിട്ടുള്ള കളക്ട് ചെയ്തിട്ട് പ്രൈസിനെ മുകളിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞയക്കുന്നതല്ല, ഓട്ടോമാറ്റിക്കലി ഈ ഒരു ലോജിക്ക്, നമ്മൾ ആദ്യം പറഞ്ഞ ലോജിക്ക് അനുസരിച്ചിട്ട് ബൈസും സെല്ലേഴ്സും 0 ആവുന്ന സമയത്ത് എവിടെയാണോ ഏറ്റവും കൂടുതൽ ഇനി ബൈ സെല്ലിങ് കിടക്കുന്നത് അവിടേക്ക് മൂവ് ആവും എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ രീതിയിൽ പ്രൈസ് മൂവ് ചെയ്യും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവരെവിടുന്നാണ് മേടിക്കുന്നത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇവർ ഈ ഏരിയ നിന്നാണെങ്കിൽ നമ്മളും ഇതേ ഏരിയയിൽ നിന്ന്
ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമ്മളും ബൈയും സെല്ലും ഇടുന്ന രീതിയാണ്. അപ്പോൾ ഇത് ഈ ഒരു രീതി കൊണ്ട് നമുക്ക് 2 ഗുണങ്ങളുള്ളത്. ഒന്നാമത്തെ കാര്യം എവിടെ നിന്നാണ് എക്സിറ്റ് ആവേണ്ടതെന്നുള്ള ക്ലിയർ കട്ടായിട്ടുള്ളൊരു എക്സിറ്റ് പോയിൻ്റ് നമുക്ക് കിട്ടും. രണ്ടാമത്തെ കാര്യം നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ടാർഗറ്റ് പോയിൻ്റ് കിട്ടും, കറക്റ്റായിട്ടുള്ളൊരു എൻട്രി പോയിൻ്റ് കിട്ടും. സോ ഇതാണ് നമ്മൾ നിങ്ങൾക്കൊരു 1 മന്ത് കൊണ്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ പറ്റും. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പരിധി വരെ നിങ്ങൾക്കൊരു 1 ഇയർ ടൈമിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാൻ പറ്റും, ഷോർട്ട് ടേം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് ഏതൊരു മാർക്കറ്റിലും. കാരണം നമ്മൾ പ്യുവറായിട്ടുള്ള പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാച്ച് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു ഏരിയകളാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് കുറേ റൂളുകളുണ്ട്, പ്രോബാബിലിറ്റി എൻഹാൻസേഴ്സ് ഉണ്ട്. അതായത് ട്രേഡിംഗ് ഈസ് എൻറ്റയർലി പ്രോബാബിലിറ്റി ഗെയിമാണ്, ഒരു പ്രോബബിലിറ്റിയാണുള്ളത് എല്ലാം തന്നെ. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യമാണെങ്കിൽ നമ്മുടെ അടുത്ത് പ്രോബാബിലിറ്റി, ഇത് നമ്മുടെ മാക്സിമം വിന്നിങ് റേഷ്യോ കൂട്ടേണ്ട, കുറേ പ്രോബാബിലിറ്റി കൂട്ടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ഇൻസ്റ്റൻ്റായിട്ട് തരികയാണ്. പ്ലസ് നമ്മളൊരു ട്രേഡ് എടുക്കുന്നതിന് മുന്നേ ഒരു മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അത് എന്തിൻ്റെ ബേസിലായിരിക്കണം, അതിൻ്റെ റൂൾസ് എന്തൊക്കെയാണ്, ഇൻ കേസ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുവാണെങ്കിൽ തന്നെ എവിടെ വെക്കണം, അതിലെ പൊസിഷൻ സൈസിങ് എങ്ങനെയാവണം, എവറിത്തിങ് കവർ ചെയ്യുന്ന 30 ഡേ ചലഞ്ചാണ്. ഈ ചലഞ്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ നമ്പർ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ അയച്ചിരുന്ന ആളെ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി എൻ്റെ നമ്പർ വേണമെങ്കിൽ 7994908454 എന്നുള്ള ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇത് മിനിമം 10 പേർക്ക് മാത്രമാണ് ഈ ഒരൊറ്റ ബാച്ചിൽ കയറാൻ പറ്റുള്ളൂ. സോ ഈ ഒരു മാസത്തെ 10 പേരിൽ കുറച്ച് പേര് ഓൾറെഡി ബുക്ക്ഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 1-2 സീറ്റ് ഉണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇപ്പോൾ എൻറോൾ ചെയ്യാവുന്നതാണ്. വളരെ നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിൽ നിങ്ങൾക്ക് ലോകത്തിൽ തന്നെ ഏറ്റവും വിന്നിങ് റേഷ്യോ ഉള്ള ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും, ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. സോ കോൺടാക്ട് നൗ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.